പിന്നെ എന്താ പിന്നെ കാര്യം? കേട്ടാ ചീരുവട്ടെ അവളോട് ഉണ്ടല്ലോ അല്ലേ? ചീരുവോ? അവള് നിന്റെ വീട്ടിലല്ലോ ഉള്ളു? എന്റെ വീട്ടിലായിരുന്നു. ഇന്ന് രാവിലെ എന്നോടൊരു വാക്ക് പോലും പറയാതെ അവൾ ഇറങ്ങിപ്പോയി. ഇവിടേക്ക് വരുന്നു അമ്മയോട് പറഞ്ഞത്. ഇവിടെ ആരും വന്നിട്ടില്ല. നീ ചീരുവിനെ വിളിച്ചു നോക്കിയില്ലേ? അവളുടെ ഫോൺ സ്വിച്ച് ഓഫ്. രഘുവേട്ടൻ വെറുതെ എന്നെ ടെൻഷൻ എടുപ്പിക്കില്ലേ? ചീരു ഇവിടേക്ക് അല്ലാതെ വേറെ എങ്ങോട്ടേക്കും പോകില്ല. ഞാൻ ഒന്ന് നോക്കണം. ചീരു ചീരു പിന്നെ അവളിവിടെ ഇല്ല. പിന്നെ അവിടെ പോയി? എനിക്കത് അറിയില്ലടാ. ചീരു ചീരു അവളിവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ചീരു എന്നെ ഇട്ട് വട്ടം ചുറ്റിക്കാതെ ഇറങ്ങി വരുന്നുണ്ടോ നീ? ചീരു രഘുവേട്ടാ സത്യം പറ, അവളോട് പോയി? എന്റെ വിനയ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചീരു ഇവിടെ വന്നിട്ടില്ല. എടാ ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? രഘുവേട്ടൻ അച്ഛനെ വിളിക്ക്. അവൾ അച്ഛനെ കാണാനോ വന്നത്? എടാ അമ്മാവൻ്റെ അടുത്ത് പോയിട്ട് 2-3 ദിവസമായി. ഫോൺ സ്വിച്ച് ഓഫാ. എവിടെയൊന്നും ഊരിപ്പെടുത്തൂല. രഘുവേട്ടാ പ്ലീസ്, നിങ്ങൾ എല്ലാവരും കൂടി എന്നെ വട്ടി പിടിപ്പിക്കണം. ഞാൻ ചീരുവിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചീരു വിനയാ, എടാ ഞാൻ പറയുന്നത് കേക്ക്. ചീരു പിന്നെ ചീരു ഒരു കാരണമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയെന്നാണ് നീ പറയുന്നത്? അതെ, എന്റെ വീടിന്റെ പ്രമാണം ഞാൻ എടുത്ത് പണയം വെച്ചതിന് അവക്കെന്താ? ഞാൻ ആ പ്രമാണം ബിസിനസ് ചെയ്ത് തിരിച്ചെടുക്കില്ലേ? ആ കാര്യത്തിൽ എന്റെ അമ്മയ്ക്ക് എന്നെ വിശ്വാസമാണ്. പിന്നെ ഇവളെന്തിനാ 3 മക്കളെയും തനിച്ചാക്കി ഇങ്ങോട്ടൊക്കെ വന്നത്? വിനയ, ചീരു അവളുടെ കുഞ്ഞുങ്ങളെ മറന്നൊന്നും ചെയ്യില്ല. അവൾ തിരിച്ചു വരും. നീ ടെൻഷൻ ആവല്ലേ? ഇരിക്കെ. രഘുവേട്ടാ എനിക്ക് ചീരുവിനെ കാണണം. കാണാതെ ഞാൻ തിരിച്ചു പോവില്ല. അമൃ ചേച്ചി എവിടെ? അമൃ ചേച്ചി എടാ അമ്പിളി കൊച്ചുമായിട്ട് അപ്പുറത്ത്, അവൾ കൊച്ചുമായിട്ട് അപ്പുറത്തൊന്ന് പോയിരിക്കാം. നീ ഇവിടെ ഇരിക്കും. അമ്പിളിപ്പോ വരും. സമാധാനമായിട്ട് ഇരിക്കും വിനയാ.